ഹായ് ഫ്രണ്ട്സ്, 6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ ഫസ്റ്റ് ലെസണാണ് ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ. ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡു യു തിങ്ക് രാജാസ് ഗ്രാൻഡ് ഫാദർ വാസ് എ മാൻ റെസ്പെക്റ്റഡ് ബൈ എവ്രി വൺ? പിക്ക് ഔട്ട് സെൻറ്റൻസസ് ഫ്രം ദി സ്റ്റോറി ടു ജസ്റ്റിഫൈ യുവർ ആൻസർ. എല്ലാവരും റെസ്പെക്റ്റ് ചെയ്തിരുന്ന, ബഹുമാനിച്ചിരുന്ന ഒരു വ്യക്തിയാണ് രാജയുടെ ഗ്രാൻഡ് ഫാദർ, മുത്തശ്ശൻ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പിക്ക് ഔട്ട് സെൻറ്റൻസസ് ഫ്രം ദി സ്റ്റോറി ടു ജസ്റ്റിഫൈ യുവർ ആൻസർ. നിങ്ങളുടെ ഉത്തരം എന്താണെങ്കിലും അതിനെ ടെക്സ്റ്റ് ബുക്കിലെ സെൻറ്റൻസുകൾ യൂസ് ചെയ്തിട്ട് സാധൂകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എങ്ങനെ എഴുതാം? യെസ്, പീപ്പിൾ റെസ്പെക്റ്റഡ് ഹിം. അതെ, ജനങ്ങൾ അദ്ദേഹത്തെ ബഹുമാനിച്ചിരുന്നു. ദേ കെയിം ടു ഹിം ഫോർ അഡ്വൈസ് ആൻഡ് ഹെൽപ്പ്. അഡ്വൈസുകൾ, ഉപദേശങ്ങൾ സ്വീകരിക്കുന്നതിനും അതുപോലെ സഹായങ്ങൾക്ക് വേണ്ടിയും ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിരുന്നു. നെക്സ്റ്റ്, വാട്ട് വിൽ യു ഫീൽ ഇഫ് സംബഡി ഇൻസിസ്റ്റ് യു ടു ഡു സംതിങ്? ഒരാൾ നിങ്ങളെ ഒരു കാര്യം ചെയ്യാനായിട്ട് നിർബന്ധിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഇവിടെ ഈ സ്റ്റോറിയിൽ രാജയുടെ ഗ്രാൻഡ്മ അവൻ്റെ പിറകെ നടന്ന് അവനോട് ഓരോന്ന് ചെയ്യുന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അല്ലേ? സോ അതുപോലെ നിങ്ങളോടാണ് പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുക എന്നാണ് ചോദിക്കുന്നത്. സോ എന്താണ്? ഐ ഫീൽ ആംഗ്രി വെൻ സംബഡി ഇൻസിസ്റ്റ് മീ ടു ഡു സംതിങ്. എനിക്ക് ദേഷ്യമാണ് വരാറുള്ളത് ആരെങ്കിലും ഇങ്ങനെ പുറകെ നടന്ന് എന്തെങ്കിലും ചെയ്യാനായിട്ട് ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ. സോ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്? അത് നിങ്ങൾ ഇവിടെ എഴുതാം. ഹാപ്പി ആണെങ്കിൽ ഐ ഫീൽ ഹാപ്പി എന്ന് എഴുതാം. ഇനി ഇറിറ്റേറ്റഡ് ആണെങ്കിൽ ഐ ഫീൽ ഇറിറ്റേറ്റഡ് എന്ന് എഴുതാം. ഓക്കെ, ദെൻ നെക്സ്റ്റ്, ഹൂ ഹെൽപ്സ് യു ഇൻ യുവർ ഫാമിലി വെൻ യു ആർ ഇൻ ട്രബിൾ? നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ ആരാണ് നിങ്ങളെ സഹായിക്കാറുള്ളത് എന്നാണ് ചോദിക്കുന്നത്. സോ ആൻസർ എങ്ങനെ എഴുതാം? യെസ്, നിങ്ങളെ ആരാണോ സഹായിക്കുന്നത് അവരുടെ പേരാണ് ഇവിടെ എഴുതേണ്ടത്. സോ മദർ ആണെങ്കിൽ മദർ എന്ന് എഴുതാം, ഫാദർ ആണെങ്കിൽ ഫാദർ എന്ന് എഴുതാം. ഇനി ബ്രദറോ ഗ്രാൻഡ് പാരൻസോ ഒക്കെ ആണെങ്കിൽ അങ്ങനെ എഴുതാം. സോ ആൻസർ എഴുതുമ്പോൾ മൈ മദർ ഹെൽപ്സ് മീ വെൻ ഐ ആം ഇൻ ട്രബിൾ. ഇവിടെ എഴുതിയിട്ടുള്ളത് മദറാണ് പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ സഹായിക്കാറുള്ളത് എന്നാണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, വി സോ മെനി തിങ്സ് എറൗണ്ട് രാജാസ് ഹൗസ്, ലിസ്റ്റ് ദം ഔട്ട്. നമ്മൾ രാജയുടെ വീടിന് ചുറ്റുമായിട്ട് ഒരുപാട് സംഭവങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ? എന്തൊക്കെയാണെന്ന് ലിസ്റ്റ് ചെയ്യാനാണ്, താഴെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വൺ അവിടെ കൊടുക്കുന്നുണ്ട്, കോക്കനട്ട് ട്രീ എന്ന് വെച്ചാൽ എന്താ? തെങ്ങ്. ദെൻ ബാക്കി എന്തൊക്കെയാണ് അവിടെ കണ്ടിട്ടുള്ളത് അതൊക്കെ ഇവിടെ താഴെ നിങ്ങൾ എഴുതി ചേർക്കുക. ഓക്കെ, മാംഗോ ട്രീ, ഗാർഡൻ, ഗ്രോ, ഫിഷ് ടാങ്ക്സ്, കൗ, ബുൾസ്, ജാക്കൽസ്. ഇനിയും ഒരുപാട് സംഭവങ്ങളുണ്ട് അല്ലേ? സോ അതെല്ലാം നിങ്ങളിവിടെ എഴുതി ചേർക്കണം. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ബ്രിങ്സ് മോർ കളർ ടു രാജാസ് ലൈഫ്? രാജയുടെ ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കുന്നത്, കൂടുതൽ കളർഫുൾ ആക്കുന്നത് എന്തെല്ലാമാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ആൻസർ എന്താണ്? ലൈഫ് വിത്ത് ഹിസ് ഗ്രാൻഡ് പാരൻസ്, അവൻ്റെ ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെയുള്ള ജീവിതം. പ്ലേയിങ് വിത്ത് ദ കൗസ്, പശുക്കുട്ടിയുടെ കൂടെ കളിക്കുന്നത്. ദെൻ വാച്ചിങ് ദ ബേർഡ്സ് ഇൻ ദി ഗാർഡൻ, ആ ഗാർഡനിലുള്ള ബേർഡ്സുകളെ, കിളികളെ നിരീക്ഷിക്കുന്നത്. ലുക്കിംഗ് ഫോർ ജാക്കൽസ് കമ്മിങ് ഔട്ട് ഓഫ് ദി ഗ്രോ, തൊടിയിൽ നിന്ന് ഒളിഞ്ഞു നോക്കുന്ന ജാക്കൽസ്. അതുപോലെ റണ്ണിങ് ആഫ്റ്റർ മംഗൂസസ്, കീരികളുടെ പുറകെ ഓടുന്നത്. ദെൻ ക്യാച്ചിങ് ബട്ടർഫ്ലൈസിനെ, പൂമ്പാറ്റകളെ പിടിക്കുന്നത്. എക്സെട്ര ആർ ബ്രിങ്സ് മോർ കളർ ടു രാജാസ് ലൈഫ്. ഇവയൊക്കെയാണ് രാജയുടെ ജീവിതത്തിന് കൂടുതൽ നിറം പകരുന്നത്. സിക്സ്ത് ക്വസ്റ്റ്യൻ, ഹു ഡു യു ലൈക്ക് ടു പ്ലേ വിത്ത് അറ്റ് ഹോം? വീട്ടിൽ
ആരുടെ കൂടെ കളിക്കാനാണ് നിങ്ങൾക്ക് ഇഷ്ടം? സോ അത് നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആരുടെ കൂടെയാണ് എന്ന് വെച്ചാൽ അത് എഴുതാം. ഇവിടെ ഞാൻ വിത്ത് മൈ യങ്ങർ ബ്രദർ എന്ന് എഴുതിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് സിസ്റ്റർ ആണെങ്കിൽ സിസ്റ്റർ എഴുതാം, ഇനി കസിൻസ് ആണെങ്കിൽ അങ്ങനെ എഴുതാം. ഓക്കെ, ദെൻ 7th question. What was the reaction of the grandfather when he was soaked in the shower? ആ ഗ്രാൻഡ് ഫാദർ ആ ട്രീ പിടിച്ച് കുലുക്കിയപ്പോൾ ഗ്രാൻഡ് ഫാദർ ആകെ നനഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ആ സമയത്തെ ഗ്രാൻഡ് ഫാദറുടെ റിയാക്ഷൻ, പ്രതികരണം എന്തായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. സോ എന്തായിരുന്നു? ഗ്രാൻഡ് ഫാദർ ടേൺഡ് ടു രാജ വിത്ത് ആൻ ആംഗ്രി ലുക്ക്. ദേഷ്യം പിടിച്ചുകൊണ്ട് ഗ്രാൻഡ് ഫാദർ രാജയുടെ നേരെ തിരിഞ്ഞു. ഓക്കെ, ദെൻ 8th question. Why did Raja select the loft in the cowshed as his hiding place? ഒളിച്ചിരിക്കാനായിട്ട് രാജ സെലക്ട് ചെയ്ത സ്ഥലം എവിടെയായിരുന്നു? കൗഷെഡ് ആയിരുന്നു അല്ലേ? എന്തുകൊണ്ടായിരുന്നു ആ കൗഷെഡ്, ആ തൊഴുത്ത് ഒളിച്ചിരിക്കാനായിട്ട് സെലക്ട് ചെയ്യാനുണ്ടായ കാരണം? Because Raja liked to hide in a place closer to his house. വീടിന് അടുത്തുള്ള എവിടെയെങ്കിലും ഒളിച്ചിരിക്കാനായിരുന്നു രാജ ഇഷ്ടപ്പെട്ടിരുന്നത്. ഒരുപാട് ദൂരേക്ക് പോകാനൊന്നും അവന് ആഗ്രഹിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് കൗഷെഡിൽ തന്നെ ഒളിച്ചിരുന്നിട്ടുള്ളത്. ഗ്രാൻഡ് മദർ വാസ് എക്സ്ട്രീംലി വറീഡ് വെൻ ഹി ന്യൂ ദാറ്റ് രാജ വാസ് മിസ്സിംഗ്. പിക്ക് ഔട്ട് ദി സെൻറ്റൻസസ് ഫ്രം ദി പാസേജ് വിച്ച് കൺവേ ദിസ് ഐഡിയ. രാജ മിസ്സിംഗ് ആണെന്ന്, രാജയെ കാണാനില്ലെന്ന് അറിഞ്ഞപ്പോൾ മുതൽ ഗ്രാൻഡ് മദർ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു കാര്യത്തെ സൂചിപ്പിക്കുന്ന സെൻറ്റൻസുകൾ ഏതൊക്കെയാണെന്ന് ഈ സ്റ്റോറിയിൽ നിന്ന് എടുത്തെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഏതൊക്കെയാണ് വരുന്നത്? യെസ്, വെൻ ഐ ഡിഡ് നോട്ട് ടേൺ അപ്പ് ഷി ലുക്ക്ഡ് ഫോർ മീ എവ്രിവെയർ ഇൻ ദി ഹൗസ്. അതാണ് ഫസ്റ്റ് സെൻറ്റൻസ് അല്ലേ? എന്നെ കാണാതായപ്പോൾ എന്താണ്, അവർ എന്നെ ആ വീടിനുള്ളിൽ മുഴുവൻ തിരഞ്ഞു നോക്കി. ദെൻ നെക്സ്റ്റ്, ദെൻ ഷീ കെയിം ഔട്ട് ആൻഡ് കോൾഡ് എലൗഡ് ഫോർ മീ തിങ്കിങ് ദാറ്റ് ഐ വാസ് സംവെയർ ഇൻ ദി ഗാർഡൻ. എന്നിട്ട് അവർ പുറത്തേക്ക് ഇറങ്ങിയിട്ട് എന്നെ ഉച്ചത്തിൽ വിളിക്കുന്നുണ്ടല്ലേ? എന്ത് വിചാരിച്ചുകൊണ്ട് വിളിക്കുന്നത്? യെസ്, ആ ഗാർഡനിൻ്റെ, പൂന്തോട്ടത്തിൻ്റെ അവിടെ എവിടെയെങ്കിലും ഞാൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഉറക്കെ വിളിക്കുന്നുണ്ട്. 10th question. Grandmother felt angry with grandfather. മുത്തശ്ശിക്ക് ആ ഗ്രാൻഡ് ഫാദറിനോട്, മുത്തശ്ശിനോട് ഭയങ്കരമായിട്ടുള്ള ദേഷ്യം തോന്നിയിട്ടുണ്ട്. ഡു യു സപ്പോർട്ട് ദി ഗ്രാൻഡ് മദർ? ഈ ഗ്രാൻഡ് മദറുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡിനോട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, യോജിക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. വൈ, എന്തുകൊണ്ട്? ഓക്കെ, എന്തെഴുതാം? യെസ്, ഗ്രാൻഡ്മയെ സപ്പോർട്ട് ചെയ്യുന്നു. ഷീ ഈസ് afraid that something bad will happen to him because she loved Raja very much. She heard they talk that grandfather would beat him if he came home. അതേലേ, എന്താണ്, ഗ്രാൻഡ് മദർക്ക് രാജയെ ഒരുപാട് ഇഷ്ടമായിരുന്നു അല്ലേ? രാജയ്ക്ക് എന്തെങ്കിലും, രാജയെ കാണാതായപ്പോൾ അവൻ എന്തെങ്കിലും അരുതാത്തത് സംഭവിച്ചിട്ടുണ്ടാവോ എന്നുള്ള പേടി ഗ്രാൻഡ്മയ്ക്ക് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗ്രാൻഡ് ഫാദറും രാജയും തമ്മിലുള്ള ആ സംസാരവും അവർ കേട്ടിട്ടുണ്ട്. എന്താണ് സംസാരിച്ചിട്ടുള്ളത്? ഗ്രാൻഡ് ഫാദർ അവൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നീ വീട്ടിലേക്ക് വന്നാൽ എൻ്റെ അടുത്തുനിന്ന് തല്ല് കിട്ടുമെന്ന് അല്ലേ? സോ ഈ ഒരു കാര്യം കൂടി ആയപ്പോഴാണ് ഗ്രാൻഡ് ഫാദറിനോട് ദേഷ്യം തോന്നിയിട്ടുള്ളത്. നെക്സ്റ്റ്, വൈ ഡിഡ് ഗ്രാൻഡ് ഫാദർ ലോസ് ഹിസ് ടെമ്പർ? ഗ്രാൻഡ് ഫാദർക്ക് ദേഷ്യം വരാൻ, അദ്ദേഹം ചൂടാവാനൊക്കെ ഉണ്ടായിട്ടുള്ള കാരണം എന്തായിരുന്നു? യെസ്, എന്തായിരുന്നു? ഗ്രാൻഡ് ഫാദർ ലോസ്റ്റ് ഹിസ് ടെമ്പർ ബിക്കോസ് റിലേറ്റീവ്സ് ആൻഡ് നൈബേഴ്സ് മെയ്ഡ് എ ബിഗ് ഇഷ്യൂ ദാറ്റ് രാജ വാസ് മിസ്സിങ്. യെസ്, ഗ്രാൻഡ് ഫാദർക്ക് ദേഷ്യം വരാനുള്ള കാരണം എന്താ? അയൽവാസികളും അതുപോലെ കുടുംബക്കാരെല്ലാവരും കൂടി ചേർന്നിട്ട് രാജ മിസ്സിങ് ആണ്, രാജയെ കാണാനില്ല എന്നത് ഒരു വലിയ ഇഷ്യൂ ആക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു അല്ലേ? അതുകൊണ്ടാണ്. 12th question. Where might the people have searched for Raja? Why couldn't they find him? എവിടെയൊക്കെയാവും ഇവരെല്ലാം രാജയെ തിരഞ്ഞു നോക്കിയിട്ടുണ്ടാവുക?
വൈ കുഡിൻ ദേ ഫൈൻഡ് ഹിം? എന്തുകൊണ്ടാണ് അവർക്ക് അവനെ കണ്ടെത്താനായിട്ട് കഴിയാഞ്ഞത്? യെസ്, എന്ത് എഴുതാം? ദേ സെർച്ച്ഡ് ഫോർ ഹിം ഇൻ ദ ഫീൽഡ്സ്, ബുഷസ് ആൻഡ് നൈബേഴ്സ് ഹൗസ് എക്സെട്ര. അവരെല്ലാവരും രാജയെ തിരഞ്ഞിട്ടുണ്ടാവുക ആ ഫീൽഡ്സിൽ, ബുഷസിൽ, അതുപോലെ അയൽവാസികളുടെ വീടുകളിലൊക്കെ ആയിരിക്കും. They could not find him because he was hiding in the cow shed. അവർക്ക് അവനെ കണ്ടെത്താൻ കഴിയാതിരുന്നത് അവന് കൗഷെഡിലാണ് ഒളിച്ചിരിക്കുന്നത് അല്ലേ? അവിടെ മാത്രം അവർ സെർച്ച് ചെയ്തിട്ടില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐ വാണ്ടഡ് ടു കം ഔട്ട്. എനിക്ക് പുറത്തേക്ക് വരണം എന്നുണ്ട്. വാട്ട് പ്രിവെൻറ്റഡ് രാജ ഫ്രം കമ്മിങ് ഔട്ട്? യെസ്, രാജ പറയാണല്ലേ എനിക്ക് പുറത്തേക്ക് വരണമെന്നുണ്ട് എന്ന് അവനിങ്ങനെ വിചാരിക്കുന്നുണ്ട്. പക്ഷേ എന്തോ ഒന്ന് അവനെ പുറത്തേക്ക് വരുന്നതിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്, തടയുന്നുണ്ട്. അതെന്തായിരുന്നു? യെസ്, രാജ വാസ് അഫ്രൈഡ് ഓഫ് ഗ്രാൻഡ് ഫാദർ. രാജയ്ക്ക് ഗ്രാൻഡ് ഫാദറെ പേടിച്ചിട്ടായിരുന്നു അവന് പുറത്തേക്ക് വരാതിരുന്നത്. ദ ഫിയർ ഓഫ് ബീയിങ് ബീറ്റൺ ഈസ് പ്രിവെൻറ്റഡ് ഹിം ഫ്രം കമ്മിങ് ഔട്ട്. അവൻ പുറത്തേക്ക് വരുന്നതിൽ നിന്ന് അവനെ തടഞ്ഞത് ഗ്രാൻഡ് ഫാദർ അടിക്കുമോ എന്നുള്ള ഒരു പേടിയായിരുന്നു അല്ലേ? നെക്സ്റ്റ്, വാട്ട് വുഡ് രാജ സേ ടു ഹിസ് ഗ്രാൻഡ് ഫാദർ വെൻ ഹി റിട്ടേൺഡ് ഹോം? വീട്ടിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഗ്രാൻഡ് ഫാദറിൻ്റെ അടുത്ത് രാജ എന്തായിരിക്കും പറയുന്നുണ്ടാവുക? രാജ വുഡ് സേ സോറി ടു ഗ്രാൻഡ് ഫാദർ വെൻ ഹി റിട്ടേൺഡ് ഹോം. ഗ്രാൻഡ് ഫാദറിൻ്റെ അടുത്ത് സോറി പറയും.